ഇയാളെ നമ്മളെ പറ്റിക്കോ? നീ അങ്ങനെ ഒരു വർത്താനം പറയുന്നത്? അല്ല, ഇയാൾ അയാളെ പൈസ വാങ്ങിച്ച് നമ്മളെ കേസ് തിരിക്കും. അങ്ങനെ തിരിച്ച നല്ലതല്ലേ? അപ്പൊ കൊലപാതകം കൂടി നമ്മുടെ തലയിലാവൂലേ? അപ്പൊ ജീവിതകാലം മുഴുവൻ ജയിലിനകത്ത് കിടക്കാവല്ലോ. ആശാനെ, എനിക്കൊരു സംശയം. ഈ കൊലപാതക കേസിലെ 1-ാം പ്രതിയെ തൂക്കിക്കൊല്ലത്തില്ലേ? എങ്കിൽ ആശാൻ 1-ാം പ്രതി അയക്കൂ. അതാവുമ്പോ തലേന്ന് മട്ടൻ ബിരിയാണിയൊക്കെ കിട്ടും. അത് കൊള്ളാം. നിനക്കല്ലേ മട്ടൻ ബിരിയാണി ഇഷ്ടം? നീ ആയിക്കോ 1-ാം പ്രതി. അതല്ല ദോ സാറ്. നീയൊക്കെ പറയാൻ പോലെ അല്ല കഥ. ഇത് ഐറ്റം വേറെ ലെവലാ. എന്ത് പറയാൻ? വേറെ കൊലപാതകം ചെയ്തിട്ടുണ്ടോ? കൊലപാതകം കുഴപ്പമൊന്നുമല്ല അവനൊന്നും. പിന്നെ അവനൊരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. ലിറ്ററലി എന്തോ ഉദ്യോഗസ്ഥൻ? അവൻ പട്ടാളക്കാരനാണ്. പുരുഷന് ഇപ്പൊ യുദ്ധമൊന്നും ഇല്ലേ? അവന്റെ മേലുദ്യോഗസ്ഥന്റെ മോനെ നിങ്ങളൊക്കെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. അങ്ങനെ വരാൻ വഴിയില്ല. ആ ചെറുക്കന്റെ അപ്പൂപ്പനെയൊക്കെ നമുക്ക് നല്ല വ്യക്തമായിട്ട് രാജസ്ഥാനിലുള്ളവൻ. രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ കാട്ടക്കട, രാജസ്ഥാൻ മാർബിൾസ്. ഇടേ അവൻ രാജസ്ഥാൻകാരനാണെന്ന്. ഓ, രാജസ്ഥാൻ ഇങ്ങോട്ട് വന്നോ? അവന്റെ അച്ഛന്റെ വീട്ടിൽ നിന്നാണ് നീയൊക്കെ അവനെ ചുമന്നുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. അവന്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ? അവരോട് ചോദിച്ചാ പോരെ? എടാ, കേണൽ ആനന്ദ്. പക്ഷേ ഇപ്പോ അയാൾ ജയിലിലാണ്. സാറിനെ പോലെ സാറേ. ഇത്രയും വലിയ ഉദ്യോഗസ്ഥനായിട്ട് അയാളുടെ പേര് കേടാ. എടേ, അതൊരു റാങ്കാണ്. പോലീസിൽ SP-യുടെക്കാൾ മേളിൽ പവർ. ആ പയ്യൻ നിങ്ങളെയൊക്കെ വെടിവെച്ചോല്ല, അത് നിന്റെയൊക്കെ ഭാഗ്യമാണ്. എന്നിട്ട് സാറ് തോക്ക് അവന്റെ കൊടുത്താ? മിണ്ടാതിരിടാ. പിന്നെ നമുക്കൊരു കളി കളിച്ചാലോ? കളിക്കാം. കളിയൊക്കെ കളിക്കാം. പക്ഷെ ഓടാനും ചാടാനും എനിക്ക് വയ്യ. ഞാൻ വേണമെങ്കിൽ ഗോൾ ചെയ്യാൻ നിൽക്കാം. ഗോളൊന്നും പിടിക്കില്ല. പക്ഷെ എന്ത് കളി? ഫുട്ബോൾ അല്ലേ സാർ ഉദ്ദേശിച്ചത്? ഇനി ക്രിക്കറ്റ് ആണെങ്കിൽ ഞാൻ അമ്പയറാവും. എല്ലാത്തിനും നീയൊക്കെ ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ്. ഇത്രയൊക്കെ ശരീരം വളർന്നിട്ട് നിന്റെയൊക്കെ തലക്കകത്തൊന്നും ഒന്നും ഇല്ലടേ. ആശാനോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ട് തല കാച്ചി എണ്ണ വെക്കണോ? അങ്ങനെ ഞാൻ അങ്ങോട്ട് പറയും നിന്റെ അടുത്തൊക്കെ. അതുപോലെ ചെയ്യാൻ പറ്റുമോ? എനിക്കൊരു പ്രൊമോഷൻ കിട്ടുന്ന കേസാണ്. അത് കൊള്ളാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കൂടെ നിന്ന നിനക്ക് ജീവിക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരാം. അതും കൊള്ളാം. ജോലി ചെയ്യേണ്ടി വരുമോ? നിന്റെ ദേഷ്യപ്പെടണ്ട, ഇവര് ചെയ്തോളൂ. ഞാൻ പറഞ്ഞു തരാം. അതുപോലെ ചെയ്യണം. മണ്ടത്തരം മാത്രം കാണിക്കരുത്. അത് കുറച്ച് ബുദ്ധിമുട്ടായി. അങ്ങനെയാണ് വെറുതെ ഇരിക്കേണ്ടി വരും. ഞാൻ അകത്തുണ്ടാവും. ഏമാനെ, പോലീസ് ഏമാനെ, എന്തടേ ആ കൊട തരാവോ? ഞങ്ങൾക്ക് ആശാനും ഒരു കൊട കീഴിൽ അണിനിരക്കാൻ വേണ്ടിട്ടാ. വല്ലാത്ത മുതല് തന്നെ നീ. പിന്നെ കണ്ണാടി ആശാനെ രാത്രി കണ്ണു കാണത്തില്ല. പെട്ടെന്ന് കിട്ടി ആശാനെ, കിട്ടി. എല്ലാം അടിച്ചു വെച്ചോടെ വാച്ചോടെ ചോദിക്കാം. കൊട മാറ്റുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് കൊട മാറ്റം.